ഹായ് ഓൾ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ആദ്യമായിട്ടൊരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ആദ്യത്തെ വ്ളോഗ് എൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ ഒന്നല്ല, കുറേ പേര് എന്നോട് ചോദിച്ചു, കുറേ നാളുകളായി ചോദിക്കുന്നു, എങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നത്, എപ്പോഴാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നത്, ഫീൽഡിൽ വന്നിട്ട് എൻ്റെ മാറ്റങ്ങൾ, എൻ്റെ അനുഭവങ്ങൾ, സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ, സ്ട്രഗിൾ ചെയ്യാണ്ടാണോ വന്നേ, ഗുഡും ബാഡും, ഈ ഫീൽഡിൽ വന്നിട്ടുള്ള ഗുഡും ബാഡും ചോദിച്ചിട്ട് കുറേ ചേച്ചിമാരും കുറച്ച് ബോയ്സ് ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, കുറേ നാളുകളായിട്ടുള്ളൊരു ചോദ്യമാണ്. പിന്നെ ആക്ടിങ് പഠിക്കാൻ പോയിട്ടുണ്ടോ, ആക്ടിങ് എവിടെയാണ് പഠിക്കാൻ പോയിട്ടുള്ളത് എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാവട്ടെ ആദ്യത്തെ വീഡിയോ എന്നുള്ളത് ഞാൻ വിചാരിച്ചു. എപ്പോഴും കാണുന്ന സാനിയാനെ നിങ്ങൾ ചിരിച്ചും കളിച്ചും നടക്കുന്നതായിട്ടുള്ള രീതിക്കായിരിക്കും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് പേരൊക്കെങ്കിലും എന്നെ മനസ്സിലാവാൻ ഇടയുണ്ടായത് എന്നുള്ളത് എനിക്ക് നിങ്ങളെ പറഞ്ഞു തരണമെന്ന് എനിക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ പേര് കുറച്ച് പേരിൽ രജിസ്റ്റർ ആവാൻ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ട്. അത് ഒരിക്കലും ഒരു ഈസി വേ ആയിരുന്നില്ല എനിക്കത്. ഇപ്പോഴും അല്ല. കുറെ അത് പറയാനാണെങ്കിൽ ഓക്കെ. ഞാൻ 5ാം ക്ലാസ്സിലാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്, സ്കൂൾ പേരൊന്നും ഞാൻ പറയുന്നില്ല. അഞ്ചില് പഠിക്കുന്ന സമയത്താണ് എൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ വരുന്നത്. അങ്ങനെ ആനുവൽ ഡേ ആയിട്ടുള്ള സമയത്ത് അവിടെയുള്ള എല്ലാ പരിപാടികൾക്കും ഞാൻ പങ്കെടുക്കും. ആനുവൽ ഡേ ആണെങ്കിലും കലോത്സവമാണെങ്കിലും എല്ലാത്തിലും ഞാൻ പോയി പേര് കൊടുത്തിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ പഠിക്കാനുള്ളേക്കാളും ഇഷ്ടം എനിക്ക് ഡാൻസ്, അഭിനയം അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു. കൂടിയാട്ടം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള പരിപാടികൾക്കൊക്കെ പങ്കെടുക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ പരിപാടി അവിടെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആനുവൽ ഡേക്ക് ഗസ്റ്റുകളെ വെൽക്കം ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് വന്ന് ഞാൻ ആളെ വെൽക്കം ചെയ്തു സ്റ്റേജിലേക്ക്. അപ്പോൾ ഞാൻ പ്രോഗ്രാം കഴിഞ്ഞു പോകുന്ന സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞു, അദ്ദേഹത്തിനോട് പറഞ്ഞു, മോൾക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, ഒന്ന് പറ്റെങ്കിൽ ചാൻസ് കൊടുക്കാമോ എന്ന് ചോദിച്ചു, വരുന്ന പ്രൊജക്റ്റിൽ എന്തെങ്കിലും. അങ്ങനെ ആള് നോക്കാമെന്ന് പറഞ്ഞു. കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോട്ടോസ് അയച്ചു കൊടുത്തു. ആള് വിളിച്ചു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വരുന്നത് മഴവിൽ മനോരമയിൽ സീരിയലിലാണ് ഞാൻ വരുന്നത്. ഒറ്റച്ചിലമ്പ് എന്ന് പറയും. അപ്പോൾ ആ സീരിയലിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മോളായിട്ട് തന്നെ എനിക്ക് ആ സീരിയലിൽ ആദ്യമായിട്ട് കയറാൻ പറ്റി. അങ്ങനെ അവിടെ വെച്ചിട്ട് ഓഡീഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഓഡീഷന് പോയി. ഫസ്റ്റ് ഡേ തന്നെ ഓഡീഷൻ ചെയ്തു. അവർക്ക് ഓക്കെ. അന്ന് തൊട്ട് തന്നെ അഭിനയിക്കാനും തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് സീരിയലിൽ തന്നെ എനിക്ക് ഭാഗ്യത്തിന് എനിക്ക് പേയ്മെൻറ്റും ഉണ്ടായിരുന്നു. പേയ്മെൻറ്റും കിട്ടി എനിക്ക്. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം. അതിനുശേഷം സിനിമ കാര്യങ്ങൾക്ക് വേണ്ടി കോണ്ടാക്ട്സ് എനിക്ക് കിട്ടി തുടങ്ങി. അങ്ങനെ പല ഓഡീഷൻസിന് പോകാൻ തുടങ്ങി. ഓഡീഷൻസിന് പോയതിന് എന്താ പറയുക, എത്രത്തോളം പോയെന്ന് പറയാൻ പറ്റത്തില്ല. അത് ആ സമയത്ത് കുറേ പോയിട്ടുണ്ടായിരുന്നു. 5-6 പഠിക്കുന്ന സമയത്ത് മാത്രം കുറേ ഓഡീഷൻസിന് പോയിട്ടുണ്ടായിരുന്നു സിനിമയിലൊക്കെ. അങ്ങനെ പൈസ കൊടുത്താലാണ് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള പറ്റിപ്പുകളും വരും. ഓക്കെ, അങ്ങനെയുള്ള പറ്റിപ്പുകളും വരും, ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്താലാണ് നമ്മൾ അഭിനയിക്കാൻ വിളിക്കത്തുള്ളൂ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് കഴിവുണ്ടെങ്കിൽ അത് എന്നാണെങ്കിലും വരും, ഉറപ്പാ. അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്കുള്ള ഓഡീഷന് ഞാൻ പോയി. പൈസ മേടിച്ചു. നമ്മുടെ ഇന്ന് ഓഡീഷനകത്ത് കയറാൻ വേണ്ടി പൈസ മേടിച്ചു. ഓഡീഷന് 2-3 ഇതുണ്ടായിരുന്നു, ലെവലുകൾ ഉണ്ടായിരുന്നു. ആ ലെവലിൽ ഓക്കെ ആണ് അവർക്കെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പടത്തിന് ഇത്രയും പൈസ നമ്മൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾക്ക് ആ വകയൊന്നും ഉണ്ടായിരുന്നില്ല സമയത്ത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് വേണ്ട എന്നുള്ള സംഭവത്തിലേക്ക് എത്തി. അതിനുശേഷം ഇതേപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ കേട്ട് നമ്മൾ കുറേ ഓഡിഷൻസിനൊക്കെ പോയി. ഒരു കാര്യമില്ല, ഫുൾ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗാനകേന്ദ്രൻ പടം വരുന്നത്. ഹരിച്ചേട്ടൻ, അതിൻ്റെ റൈറ്റർ ഹരിച്ചേട്ടൻ എന്നെ വിളിക്കുന്നത്, മമ്മൂക്കയുടെ പടത്തിന് വേണ്ടി വിളിക്കുന്നത്. ഇങ്ങനെ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട്, പേഴ്സണൽ ഓഡിഷൻ നടക്കുന്നുണ്ട്. കുറച്ച് കുട്ടികളെ മാത്രം സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നീയും കൂടി വായു എന്നുള്ള രീതിക്ക് ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി.
ഓഡിഷൻ ചെയ്യിപ്പിച്ചു. പിഷാരടി ചേട്ടൻ ഉണ്ടായിരുന്നു കൂടെ, ഹരിച്ചേട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ അസോസിയേറ്റും കാര്യങ്ങളും ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഓഡിഷൻ ചെയ്യിപ്പിച്ചു. വേറെ കുട്ടികളുണ്ടായിരുന്നു, 2-3 കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ ഓഡിഷൻ കഴിപ്പിച്ച് പറഞ്ഞു ഇക്കയാണ് സെലക്ട് ചെയ്യുന്നത്, മമ്മൂക്കയാണ് സെലക്ട് ചെയ്യുന്നത്, വീഡിയോ കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ വിളിക്കാം, 2 ദിവസത്തിനുള്ളിൽ വിളിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഇത്രേ വിചാരിച്ചുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇക്ക നമ്മൾ അഭിനയിച്ച ആ വീഡിയോ എങ്കിലും ഒന്ന് കാണല്ലോ നമ്മളെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അതെങ്കിലും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, നമ്മളെ കാണല്ലോ എന്നുള്ള സംഭവത്തിൽ സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക്. കിട്ടും എന്നുള്ളൊരു ഇതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. കിട്ടിയാ ഓക്കെ, ബോണസ്. പക്ഷെ എന്തോ ദൈവഭാഗ്യം കൊണ്ട് എനിക്ക് ആ പടം കിട്ടി. ഇക്കര മോളായിട്ട് തന്നെ കിട്ടി. ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ഇക്കയായിട്ട് കുറേ ദിവസങ്ങൾ എന്താ പറയുക ചിലവഴിക്കാൻ പറ്റി. എന്താ പറയുക, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ. തൃശ്ശൂർ തന്നെയായിരുന്നു ഷൂട്ടൊക്കെ വരുന്നത്. അപ്പോൾ വളരെ സന്തോഷത്തിലായിരുന്നു ഞാൻ. അപ്പോൾ ഒരു സീൻ, ഇക്കനെ അടിക്കണ സീൻ വരുന്നുണ്ട്. ക്ലൈമാക്സിനോട് അടുക്കും തോറും ഇങ്ങനെ ഇക്കനെ അടിക്കണ സീനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സീനൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ദൈവമേ, ഇക്കനെ ഫാൻസ് ചുറ്റിനും നിൽക്കുക, ആ വീടിന് ചുറ്റിനും നിൽക്കുക ഫാൻസുകാർ. അപ്പോൾ എനിക്ക് പേടിയായി. എല്ലാവരും പേടിപ്പിച്ചു കാരവനിൽ നിന്ന് ഇറങ്ങണ മുമ്പ്. ഇന്ന് ഇക്കനെ നീ തല്ലി കഴിഞ്ഞാൽ ഫാൻസ് നിന്നെ എടുത്തിട്ട് അടിക്കുന്നത്. അന്ന് ഞാൻ 8ലാണ് പഠിക്കുന്നത്. അപ്പോൾ ഭയങ്കര ടെൻഷനായി എനിക്ക്. അപ്പോൾ ഞാൻ തലേദിവസം 2-3 ദിവസം മുമ്പേ ഞാൻ ഫുഡൊന്നും കഴിക്കുന്നില്ല. മര്യാദയ്ക്ക് ഇക്കനെ അടിക്കണം എന്നുള്ള ടെൻഷനില്ല, ഉറക്കമില്ല, ഫുഡുമില്ല, ഒന്നുമില്ല എനിക്ക്. അതിനിടയ്ക്ക് ഇവരിങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാനാകെ ടെൻഷനായി. അങ്ങനെ എല്ലാം പഠിച്ചങ്ങനെ കാരവനിലേക്ക് ഇറങ്ങി. ഷോട്ട് റെഡി ആവുന്ന മുമ്പ് ഞാൻ പറഞ്ഞു, ഇക്ക സോറി, ഞാൻ അടിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്ക പറഞ്ഞു, ഞാൻ നിന്നെ അതിന് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, നിനക്ക് തന്ന ജോലി എന്താ അത് നീ ചെയ്യ്, എനിക്ക് ഒരു പ്രശ്നവുമില്ല, നീ എന്നെ തല്ലിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പകുതി ഒരു മനസ്സമാധാനം കിട്ടി. ഓക്കെ എന്നായി. പിന്നെ എനിക്ക് ഫാൻസുകാരായിരുന്നു പേടി. ഞാൻ ഫാൻസുകാരെ ഇങ്ങനെ നോക്കരുത്, തല്ലോ ദൈവമേ എന്നുള്ളത്. പക്ഷെ അവർ ഇങ്ങനെ കണ്ട് എന്താ പറയുക ഹാപ്പി ആയിട്ട് നിൽക്കായിരുന്നു. അങ്ങനെ സീൻ കഴിഞ്ഞതും ടെൻഷൻ കൊണ്ടും ഒറ്റ ടേക്ക് കൊണ്ട് റെഡിയാക്കി. ടേക്ക് ഓക്കെ, ടെൻഷൻ അടിച്ചേക്കായിരുന്നു. ദൈവം ഇനി പൊണ്ടി വരും ഒന്നും കൂടി എന്നുള്ളത്. ടേക്ക് ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു നോക്കി. ഇക്കയുടെ ഫസ്റ്റ് ടേക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ ഇക്കയുടെ ക്ലാപ്പാണ് ഞാൻ ആദ്യം കേട്ടത് അവിടെ. ഇക്ക ക്ലാപ്പ് ചെയ്തു. അത് ഇക്ക ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എനിക്ക് നിറയിലൊരു ഉമ്മ വന്നു. അത് ഒരിക്കലും മറക്കില്ല. അത് നമുക്ക് ഇപ്പോൾ ഓസ്കാർ കിട്ടണമെന്നോ അതൊന്നും കിട്ടണമെന്നൊന്നും ഇല്ല. ഏറ്റവും വലിയ അവാർഡ് എനിക്കത് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ തന്നു. ബാക്കിയുള്ള ആ സീനിലുള്ള ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് കെട്ടിപ്പിടിച്ച് ഹാപ്പി ആയിട്ട് സംസാരിച്ചു. കരയല്ലേ, എനിക്കാണെങ്കിൽ കരച്ചിലാണെങ്കിൽ നിർത്താനും പറ്റുന്നില്ല സന്തോഷം കൊണ്ട്. ഇക്ക കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന് ഒരവസ്ഥ എൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു നല്ല രസമായിരുന്നു ആ ഒരു മൂവി. ടോട്ടൽ കഴിയുന്നവരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇക്കരെ കൂടെ ഇരിക്കുക, കൈപിടിച്ച് നടക്കുക, നല്ല രസമായിരുന്നു എനിക്ക്. നമ്മൾ ലൈഫിൽ വിചാരിക്കുന്നില്ലല്ലോ ഒരിക്കലും അങ്ങനെയൊക്കെ ഫസ്റ്റ് പടത്തിൽ തന്നെ അങ്ങനെയൊക്കെ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. എന്തോ കിട്ടി, പ്രാർത്ഥന കൊണ്ട് കിട്ടി. അങ്ങനെയാണ് ഫസ്റ്റ് പടത്തിൻ്റെ എക്സ്പീരിയൻസ്. നല്ല അനുഭവമായിരുന്നു. പിന്നെ ഓഡീഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ കുറവാണ്, എന്നാലും കുറേ പേര് അതിനുവേണ്ടി മാത്രം ഇരിക്കുന്നവരുണ്ട്. പൈസ കൊടുത്താലാണ് അഭിനയിക്കാൻ പറ്റുള്ളൂ, അങ്ങോട്ട് പൈസ കൊടുത്താലേ അഭിനയിക്കാൻ പറ്റുള്ളൂ, അങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഫേസ് കാണിക്കാൻ വേണ്ടിയുള്ളൊരു ആഗ്രഹത്തിന് നമ്മൾ ചിലപ്പോൾ പൈസ അങ്ങോട്ട് കൊടുക്കും. അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയുള്ളൂ. കുറച്ച് നാളെങ്കിലും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എനിക്ക് പറയാനുള്ളത്, എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുള്ളത്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ട്രൈ ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ അത് അപ്പം വിടാണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ ഞാൻ ഫീൽഡിലോട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ എനിക്ക് 20 വയസ്സ്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിൻ്റെ അത്രയും ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിലും ഞാനിപ്പോഴും എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ കുറച്ച് അത്യാവശ്യം ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ട്രൈയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക.
നമ്മൾ പല ആൾക്കാർ മീറ്റ് ചെയ്യാൻ പോകേണ്ടി വരും. ചിലപ്പോൾ അത് ദൂരെയായിരിക്കാം, നമ്മുടെ ആവശ്യമാണ് നമ്മൾ അങ്ങോട്ട് പോവുക, മീറ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് പറ്റുന്ന ക്യാരക്ടർ, ഇപ്പോഴത്തെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുക. അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇപ്പോഴും, വലിയ വലിയ സിനി ആർട്ടിസ്റ്റുകൾക്കും ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് വർക്ക്സുകൾ. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുക, നമ്മുടെ എന്താ പറയുക, അഭിമാനം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തുള്ളൂ. നമ്മൾ ചോദിക്കുക, നമ്മൾ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോവുക, ചാൻസും കാര്യങ്ങളും നോക്കുക, ട്രൈ ചെയ്യുക. കുറേ ഓടേണ്ടി വരും, മേ ബി ഓടുക. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ റിസൾട്ട് സെറ്റായിരിക്കും, അത് എനിക്ക് ഉറപ്പുണ്ട്. ഇനിയിപ്പോൾ ഈ ഫീൽഡ് ഗുഡാണോ ബാഡോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കൊണ്ട് നല്ലതാണ്, കുറേ നല്ല കാര്യങ്ങളുണ്ട് ഈ ഫീൽഡ് കൊണ്ട്. നമ്മളെവിടെയോ ഇരിക്കുന്ന ആൾക്കാരെ കുറച്ച് മൊത്തം ഒരു കേരളം അല്ലെ വേൾഡ് മൊത്തം അറിയാണ്. പിന്നെ നമ്മുടെ മുഖം രജിസ്റ്റർ ആവാണ്, അവരൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുവാണ്. ഞാനിപ്പോൾ സീരിയലും സിനിമയും ചെയ്തുകൊണ്ട് സിനിമയിൽ ചിലപ്പോൾ ആ ക്യാരക്ടറിനോടായിരിക്കും ചിലവർക്ക് ഇഷ്ടം, ആ പേരും വിളിച്ചിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നത്. ചിലപ്പോൾ ഞാൻ സീരിയൽ ചെയ്യുന്നതുകൊണ്ട് ഒരു ഫാമിലി അമ്മമാർക്കൊക്കെ എന്നോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരും, കവളൊക്കെ ഈ വഴിക്ക് കൊണ്ടുപോകും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലക്കിയാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ. പിന്നെ നമ്മുടെ പേര് രജിസ്റ്റർ ആവുക, ഫുൾ നെയിം വരെ രജിസ്റ്റർ ആവുക, അതൊക്കെ വലിയ കാര്യമാണ്. അത് മനസ്സിലാവും, കയറി വരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അത് അതിൻ്റെ ഒരു അനുഭവം മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നല്ലതാണ്. പൊട്ടവശം എന്ന് പറയാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതുണ്ട്. ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് എപ്പോഴും ഒരേ ഒരു മൈൻഡിലായിരിക്കില്ല നമ്മൾ നിൽക്കുന്നുണ്ടാവുക, മനസ്സിലായോ? ഇപ്പം എല്ലാവരും പച്ച മനുഷ്യന്മാരാണ്. അപ്പോൾ നമ്മൾ എന്നുവെച്ചാൽ ഇപ്പോൾ ഹെൽത്ത് വൈസ് ആണെങ്കിൽ നമ്മളൊന്ന് വെച്ചപ്പോൾ ഓക്കെ ആവാതെ, അല്ല മൈൻഡ് വൈസ് ആണെങ്കിലും നമ്മൾ ഓക്കെ ആവാതെ ഇരിക്കണം. എൻ്റെ സ്വഭാവം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോ സമയത്തും ഓരോ സ്വഭാവം കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം ഞാൻ ദേഷ്യത്തിലായിരിക്കും. ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കും, ഭയങ്കരമായിട്ട് ചിരിക്കും, അതുപോലെ തന്നെ പെട്ടെന്ന് കരയും. ഒരു കുഞ്ഞു കാര്യം ഇഷ്ടമുള്ളവർ മാത്രം പറഞ്ഞാൽ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ വിടും. അത് ഇപ്പോഴായതാണ് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, ആരെന്ത് പറഞ്ഞാലും ഇരുന്ന് കരയും. അപ്പോൾ പെട്ടെന്ന് കരയും. അതുപോലെ തന്നെ നന്നായിട്ടും ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഷൗട്ട് ചെയ്യും നല്ല രീതിക്ക്. ഈ ഒരു ബിഹേവിയറും വെച്ച് നിൽക്കുന്ന എനിക്ക് അപ്പോൾ ചിലപ്പോൾ ചേച്ചിമാരോ അല്ല ആരെങ്കിലും പെട്ടെന്ന് അടുത്തോടി വന്നിട്ട് നമ്മുടെ എനിക്കാണെങ്കിൽ ഇവിടെ പിടിക്കുന്നത് ഇഷ്ടമല്ല. അത് ആര് പിടിക്കുന്നത് എനിക്ക് ഇവിടെ ഇഷ്ടമല്ല. ഇവിടെ ചിലർ പിടിച്ച് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഈ കവളൊക്കെ ഇടക്ക വലിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് എന്നൊക്കെ തോന്നും. എന്നാലും നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വരണതല്ലേ, നമ്മൾ മൈൻഡ് ശരിയല്ലാത്തതുകൊണ്ടല്ലേ, ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ ഒന്നും ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അല്ലാണ്ട് ആരോടും വെറുപ്പും ദേഷ്യം ഉണ്ടായിട്ടല്ല. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇറിറ്റേഷൻ ഇല്ലേ. നമ്മൾ പ്രൈവസി എന്ന് പറയുന്ന സാധനം വളരെ കുറവായിരിക്കും ഈ ഫീൽഡിൽ. അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ളൊരു ടൈം, അല്ലെങ്കിൽ നമുക്കൊന്ന് പുറത്തിറങ്ങാൻ, ഫ്രീ ആയിട്ട് പുറത്തിറങ്ങാൻ, അതൊന്നും ചിലപ്പോൾ നടന്നൊന്നും വരില്ല. അത് വലിയൊരു സംഭവമാണ്. എന്നുവെച്ചാൽ ചുറ്റിനും കണ്ണുകളുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണോ, എന്ത് പറയുന്നു, എന്ത് കാണിക്കുന്നു, ആരുടെ കൂടെയാണ് പോകുന്നത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടെ ആയിരിക്കും ആൾക്കാർ നോക്കുന്നത്. നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റില്ല പുറമെ പോയാലും. എനിക്കാണ് എന്തില്ലെങ്കിലും എനിക്ക് ഏറ്റവും വേണ്ടത് ഞാനായിട്ട് നിൽക്കണം എന്നുള്ള സംഭവം. അത് എവിടെ പോയാലും എനിക്ക് സമാധാനം, സന്തോഷം, ഞാനായിട്ട് നിൽക്കണം. ഈ 3 കാര്യം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ലൈഫിൽ. അപ്പോൾ ഇത് ചിലപ്പോൾ നടന്നൊന്നും വരത്തില്ല ഈ ഫീൽഡിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പ്രൈവസി ഇച്ചിരി കുറവായിരിക്കും. നമ്മളായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. പുറമെ ഇറങ്ങുമ്പോൾ നോക്കി കണ്ടും ശ്രദ്ധിച്ചൊക്കെ വേണം നമ്മൾ സംസാരിക്കാനോ നടക്കാനൊക്കെ. ഇല്ലെങ്കിൽ പലതും പറയും നമ്മളെക്കുറിച്ച്. അത് പകുതി വരെ എനിക്ക് ഓക്കെയാണ്. അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒന്നുമല്ല. കൂടുതലും നമ്മൾ ശ്രദ്ധിക്കുന്നു, അത്രേ ഉള്ളൂ. എന്തിനാ വെറുതെ എന്നുള്ള സംഭവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു. അല്ലാണ്ട് എനിക്ക് വലിയ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഇല്ല.
അപ്പോൾ അതാണ് ബാഡ് എന്ന് പറയാനുള്ള സംഭവം. പിന്നെ സ്ട്രഗ്ലിങ്. ബാഡിൽ ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പല കാര്യങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾക്ക് ഫീൽഡിൽ വരുന്നവർക്കും മനസ്സിലാവും അതെന്തൊക്കെയാണെന്നുള്ളത്. ഇനി സ്ട്രഗ്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും നമ്മൾ. എൻ്റെ കൂടെ എൻ്റെ ഏട്ടനും അമ്മയും അപ്പനും എൻ്റെ ഫാമിലി എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അമ്മയാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. അമ്മയാണ് എൻ്റെ കൂടെ ഇപ്പോഴും വർക്കിന് വന്നുകൊണ്ടിരിക്കുന്നത്. അമ്മയാണ് എൻ്റെ കൂടെ ഇപ്പോഴും വരുന്നുണ്ട്, എൻ്റെ അമ്മ. അപ്പോൾ അമ്മയ്ക്ക് എന്താ പറയുക, ആദ്യത്തെ അത്ര ആള് ഇത്രയും നാളുകളായില്ലേ, അപ്പോൾ ആദ്യത്തെ അത്രയും എന്താ പറയുക ഓടാനും നടക്കാനൊക്കെ ആൾക്ക് ഡൗൺ ആയി തുടങ്ങിയാലും ആൾ എൻ്റെ കൂടെ വരും. കാരണം അമ്മേരും കൂടി സ്വപ്നമാണ് ഞാൻ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആവുക, അല്ലെങ്കിൽ ലോകം മൊത്തം അറിയുന്നൊരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളത് അമ്മയുടെയും ഒരു ആഗ്രഹം കൂടിയാണ്. സോ ആള് അതുകൊണ്ട് എൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ അമ്മയും ഏട്ടനൊക്കെ കൂടിയിട്ടാണ് എൻ്റെ കൂടെ ഈ ഒരു ഫീൽഡിലേക്ക് സ്ട്രഗിൾ ചെയ്തത്. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്ത് ഓരോ പടവും ഓരോ സീരിയലും ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു ഫീൽഡിൽ തന്നെ ഒരുപാട് പാരപ്പുകളും ഒരുപാട് ഈഗോ പ്രശ്നങ്ങളും ഉണ്ട്. നമ്മൾ കാണുന്ന പോലെയല്ല. പുറമേ കാണുമ്പോൾ പൈസ ഇല്ലെങ്കിൽ ഭയങ്കര ഫേമസ്, അവർക്ക് സുഖമല്ലേ, അങ്ങനെ പ്രകൃതിയൊക്കെ ശരിയായിരിക്കും, അതൊക്കെ ആണ്. പക്ഷെ ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ അത് വെറുതെ കിട്ടുന്നതല്ല. ഇപ്പുറത്ത് നമ്മൾ കുറെ സ്ട്രഗിൾ ചെയ്ത് കുറെ നമ്മൾ കേട്ട് അനുഭവിച്ച് അടിച്ച് താഴ്ത്തിയിട്ടാണ് നമ്മൾ ഇത്രയെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കത് 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 ആവശ്യപ്പെട്ട കാര്യം. അത് നമ്മളേക്ക് വരണം എന്നുള്ള കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പം പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ എൻ്റെ 10ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ ഇഷ്ടം പോലെ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ അത്രയും വലിയ ഫാമിലി ഒന്നും അല്ല ഞങ്ങളുടേത്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ അതിനു വേണ്ടി കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഡ്രീമാണിത്. അപ്പോൾ ആ ഡ്രീമിലേക്ക് നമ്മൾ ഇപ്പോൾ ഒന്നും വന്ന ഡ്രീം അല്ല ഇത്. LKG UKG തൊട്ടുള്ള ആശയാണ് എൻ്റെ. എന്താവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സിനിമാ നടി ആയാൽ മതി എന്നുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ വന്നിട്ട് ആലോചിക്കുകയാണ് എനിക്ക് നടിയായാലോ അഭിനയിക്കാൻ പോയാലോ, അതൊന്നുമില്ല. കുഞ്ഞിലേ ഉള്ള എൻ്റെ ആഗ്രഹമാണ് എനിക്ക് അഭിനയിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ നടിയാവണം എന്നുള്ള സംഭവം. അതിനു വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെടുന്നത് ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് വന്നു കയറിയ സമയത്ത്, ഈ ഫീൽഡിൽ വന്നു കയറിയ സമയത്ത് ഒരുപാട് പേര് താഴ്ത്തിയിട്ടുണ്ട്. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ വരെ നമ്മുടെ തലയിലിട്ടിട്ടുണ്ട്. എന്താ പറയാ, നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരെ നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുറെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ഭയങ്കരമായിട്ട് എന്താ പറയാ വേദനിപ്പിക്കുന്ന രീതിക്കുള്ള സംസാരവും ബിഹേവിയറുകളും പല ആൾക്കാരെ, ഡയറക്ടർമാരെയും ആർട്ടിസ്റ്റുകളെയും എന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വന്നു കയറിയ ഒരു കുട്ടിയാണല്ലോ, നമുക്ക് എങ്ങനെ ഇപ്പൊ കോളേജ് കയറി കഴിഞ്ഞാൽ എങ്ങനെ റാഗിങ് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതേ കണക്കിന് തന്നെ കുറച്ച് കൂടിയ ഒരു റാഗിങ് ആണെന്ന് മാത്രം. അപ്പോ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു എനിക്ക്. ഒരുപാട് കരഞ്ഞു ആ സമയത്ത്. ഞാൻ പറഞ്ഞു പണ്ട് ഭയങ്കരമായിട്ട് കരയായിരുന്നു എന്നുള്ളത്. ഒരുപാട് കരഞ്ഞു, വിഷമിച്ചു. അതെന്താ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, എന്താണ് എല്ലാവരും എൻ്റെ അടുത്ത് മാത്രം ഇങ്ങനെ സംസാരിക്കുന്നേ കാണിക്കുന്നേ എന്നുള്ളൊരു സംഭവം വന്നു വെച്ച് കഴിഞ്ഞാൽ അന്ന് 10 വയസ്സാണ് എനിക്ക്. ഇതൊന്നും അംഗീകരിക്കാനുള്ള ഒരു മനക്കെട്ടി ആ കുട്ടിക്ക് വന്നിട്ടില്ല ആ സമയത്ത്. അതിപ്പോഴും ഇല്ല. പക്ഷെ അന്ന് വെച്ച് നോക്കുമ്പോ ഇപ്പോ ബെറ്റർ ആയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോ എന്തിനാണ് എൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഉണ്ടാവും. എന്താ പറയാ, മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത്രേ ഉള്ളൂ. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ടെൻഷനും കൊണ്ട് അവർ ചെയ്യുന്നതാണത്. ഇത് വളർന്നു പോയാൽ ശരിയാവില്ല, അടിച്ചു താഴ്ത്തി അവിടെ ഇരുത്തി കഴിഞ്ഞാലാണ് ശരിയാവുള്ളൂ, ഇപ്പോഴേ അടിച്ചു താഴ്ത്തിയാലേ അവിടെ ഇരിക്കത്തുള്ളൂ എന്നുള്ളത് അവർക്ക് അറിയുന്നോണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്താ പറയാ, അത് ഈ ഒരു കാര്യം ഈ ഫീൽഡിൽ മാത്രല്ല, നിങ്ങൾക്ക് ഒരുപാട് കല്ലേറുകൾ വരുന്നുണ്ടോ, ഈ കല്ലെറിയുന്നവർക്ക് അറിയാം
നിങ്ങളുടെ യൂസ് എന്താണ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് അവര് എറിയും. ആ എറിഞ്ഞേല് വീഴരുത്. അവിടെ തന്നെ പിടിച്ച് തൂങ്ങി നിന്നോണം. തൂങ്ങി നിന്നാലേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാടുണ്ടാവും. നല്ല കല്ലേറ് കിട്ടും നമുക്ക്. ഇഷ്ടം പോലെ കിട്ടും. അതൊക്കെ അതിന്റെ വഴിക്ക് വിടാ നമ്മള്. അതൊന്നും അധികമൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. എന്നാലും ചിലതൊക്കെ മനസ്സിലെടുത്ത് വെക്കണം. എന്നാലേ നമുക്ക് ഒരു വാശി ഉണ്ടാവത്തുള്ളൂ. അപ്പൊ കുറെ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, വർക്കില്ലേ, എന്താ പറയാ, മൂവി ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം എനിക്ക് മൂവിയോ അല്ലെങ്കിൽ വർക്ക്സോ ഒന്നും ഇങ്ങോട്ട് വരാണ്ടല്ല. ഇപ്പൊ മലയാളം പോട്ടെ, തമിഴ് ആയിക്കോട്ടെ, കൂടുതൽ ഈ 2 ലാംഗ്വേജിലാണ് എനിക്ക് കൂടുതൽ കോൾസ് വന്നിട്ടുള്ളത്. അപ്പോ ഈ 2 ലാംഗ്വേജിലാണെങ്കിലും എനിക്ക് വർക്കുകൾ വരുന്നുണ്ട്. ഇതിൽ പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് നിങ്ങൾ എല്ലാരും വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ വർക്കില്ലേ, നിങ്ങൾക്ക് എന്താ ഇതില്ലേ അതില്ലേ, എന്താ വർക്കിലൊന്നും കാണാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്നൊരു ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ നമ്മള് ത്രൂ ഔട്ട് ഒരു വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഈ സെറ്റിൽ നിന്ന് ആ സെറ്റിൽ പോകണം, ആ സെറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഓടി നടന്ന് വർക്ക് ചെയ്തിട്ട് ഒരു 5 മന്ത് വീട്ടിലിരിക്കട്ടെ, ഈ പറയുന്ന ആർട്ടിസ്റ്റുകളൊക്കെ സൈക്കോ ആയി മാറിയിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ആ ഒരു അംഗീകാരം, അല്ലെങ്കിൽ എല്ലാരും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന സംസാരങ്ങളൊന്നും ഇല്ലാണ്ടായ, തിരിച്ചറിയാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ കത്തല് വരും. മനസ്സിലായ? അതുണ്ട് ഈ ഫീൽഡിൽ കയറി പറ്റിയ കഴിഞ്ഞുള്ളൊരു ഒരു ബാഡ് പോയിന്റ് അതാണുള്ളത്. അതുണ്ട്, ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കത്തല് വരും. അയ്യോ അയ്യോ, ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, എന്റെ ഫാൻസ് ഒക്കെ പോയി എന്നുള്ളൊരു സംഭവം കൂടി വരും. ഈ ഫാൻസ് ഒക്കെ നമ്മള് ഇഷ്ട ഉള്ളപ്പോ നമ്മളിങ്ങനെ കൊണ്ടുപോകും, ഇല്ലാത്തപ്പോ നമ്മളിങ്ങനെ ഇടും. അപ്പൊ ആ ഈ സപ്പോർട്ട് ചെയ്ത സംഭവം ഇല്ലാണ്ടാവുമ്പോ നമുക്ക് ടെൻഷനാവും നമുക്ക്. അപ്പോ നിങ്ങളെല്ലാരും വന്നിട്ട് നമ്മളത് ഓരോ ആർട്ടിസ്റ്റോട്, ഇപ്പൊ എന്റെ അടുത്ത് മാത്രമല്ല പല ആർട്ടിസ്റ്റോടും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം, എന്താ പറയാ, വർക്കില്ലേ, എന്താ വർക്കില്ലാത്തത്, എന്താ വർക്കിന് വിളിക്കുന്നില്ലേ. പിന്നെ പ്രത്യേകിച്ച് കേൾക്കുന്നതാണ് ഈ വർക്കിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന പരിപാടികളാണ് ഈ കാണിക്കുന്നതെന്നൊക്കെ. ഞാൻ പറയട്ടെ, എന്റെ കാര്യം പറയാം, ഞാൻ മറ്റുള്ളവരുടെ കാര്യം പറയാനായിട്ട് ഞാൻ അർഹയില്ല. സോ ഞാൻ എന്റെ കാര്യം പറയും. എനിക്ക് വർക്ക്സ് വരാണ്ടല്ല, വർക്ക്സ് വരുന്നുണ്ട്. പിന്നെ ഞാൻ വർക്ക്സ് വേണ്ടി കാണിച്ചു കൂട്ടുന്നതല്ല ഒരിക്കലും. ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സ് ഒന്ന് ഇറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ, വയറ് കാണിച്ചു കഴിഞ്ഞാൽ അത് പലതിനും വേണ്ടി എന്നുള്ള ചിന്താഗതിയൊക്കെ നമ്മൾ മാറ്റേണ്ട സമയമായിട്ടുണ്ട്. നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യും, നമുക്ക് ഇന്ന ക്യാരക്ടറുകൾക്ക് നമ്മളെ കൊണ്ട് പറ്റും, ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ നമുക്ക് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ എന്താ പറയാ, ഇങ്ങനെയുള്ള മോഡേൺ ഡ്രസ്സുകൾ നമുക്ക് ധരിക്കാൻ കഴിയും, ഇല്ലെങ്കിൽ ഇങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭംഗി ഇങ്ങനെ ആയിരിക്കും എന്നുള്ള സംഭവം. ഈ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോറി എഴുതുമ്പോൾ അവരെ മനസ്സിൽ വരും, ഈ റൈറ്റർമാരുടെ. അപ്പൊ ചിലപ്പോ നമ്മുടെ ഫോട്ടോസ് നമ്മള് ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും, ആ കുട്ടി ഓക്കെ ആണല്ലോ, ഈ ഒരു കഥാപാത്രത്തിന് ഓക്കെയാണ്, ആ ഡ്രസ്സും കാര്യങ്ങളും ഓക്കെയാണ്. അതിനാണ് നമ്മൾ പലതരത്തിലുള്ള കോസ്റ്റ്യൂമിലുള്ള ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരു രീതിക്കുള്ള ഫോട്ടോഷൂട്ട് മാത്രമല്ല, നമ്മള് ചുരിദാർ ഇട്ടിട്ടുള്ളതുണ്ട് എന്റെ കയ്യില്, നോർമൽ ഫോട്ടോസ് ഉണ്ട്, എന്റെ ജീൻസും ഷർട്ടും ഇട്ടിട്ടുള്ളതുണ്ട്, അതുപോലെ ഫോട്ടോഷൂട്ട് ഉണ്ട്, വയറ് കാണിച്ചിട്ടുണ്ട്, എന്താ പറയാ, അങ്ങനെയുള്ള പല രീതിക്കുള്ള ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രീതിക്ക് മാത്രല്ല മിക്ക ആർട്ടിസ്റ്റുകളും ഫോട്ടോസ് തരുന്നത്, ഇല്ലെങ്കിൽ ഞാൻ ഫോട്ടോസ് തരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഓക്കെ, പറയുമ്പോ. അപ്പോ ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് കാണിച്ചു കൂട്ടുന്നത്, ചാൻസ് കിട്ടാണ്ടാണ് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്, അതൊക്കെ നിങ്ങളുടെ ചിന്താഗതിയാണ്. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, ഈ ഫീൽഡിൽ കാണുന്ന പോലെയല്ല നിങ്ങൾ കാണുന്ന പോലെയൊന്നല്ല സംഭവങ്ങള്. ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ചിലവർക്ക് പറ്റിയെന്ന് വരത്തില്ല. മനസ്സിലായി? ആ പറ്റാത്തവരാണ് നമ്മള് ഇങ്ങനെ ഇരിക്കും നമ്മള്. മനസ്സിലായി? പക്ഷെ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എന്തായാലും സെറ്റാണ്. എൻഡ് ഓഫ് ദി ഡേ എന്തായാലും സെറ്റാണ്. എന്താ പറയാ, നമ്മള് എത്തുന്നിടത്തേക്ക് എത്തും, ടൈം എടുത്തിട്ടാണെങ്കിലും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് എനിക്ക്. നല്ലൊരു വർക്ക്, അത് ഒരെണ്ണെങ്കിലും ഒരെണ്ണം മതി. ഒരു നല്ലൊരു പ്രൊജക്റ്റില് നല്ലൊരു ക്യാരക്ടർ, നല്ലൊരു എന്താ പറയാ, നല്ല രീതിക്ക് വരുന്ന ഒരു വർക്ക് മതി എനിക്ക്. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇഷ്ടം പോലെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ല കാര്യങ്ങള്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ആർട്ടിസ്റ്റുകള്. സോ ഒരിക്കലും അവരും മനുഷ്യന്മാരാണ്. ഒരിക്കലും കുത്തി സംസാരിക്കാതിരിക്കുക. അവർക്കും വിഷമങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്. റിയാക്ട് ചെയ്യാതിരിക്കാം. മേ ബി അവര് വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കാം നിങ്ങളുടെ ഓരോ ചോദ്യങ്ങളും.
ഓക്കെ. അവർക്ക് ഫ്രസ്ട്രേഷൻ വന്നിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ, വർക്കില്ലേ, വർക്കിന് വേണ്ടിയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള സംസാരങ്ങളൊക്കെ വളരെ ബാധിക്കാം മനസ്സിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരാളെ ഹേർട്ട് ചെയ്യാതിരിക്കാനാണല്ലോ നമ്മൾ എല്ലാവരും നോക്കേണ്ടത്. ഒരു രീതിക്കും ഹേർട്ട് ചെയ്യാതിരിക്കുക ആരും. നല്ല നല്ല വർക്ക്സ് വരട്ടെ, അങ്ങനെയുള്ള നല്ല പോസിറ്റീവ് ആയിട്ടുള്ള സംസാരങ്ങൾ നമ്മൾ സംസാരിക്കാൻ നോക്കുക. ഏതൊരു വീട്ടിലിരുന്നിട്ട് എന്താ പറയാ കുറച്ച് നെറ്റും കയറ്റി എന്താ പറയാ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് കൊറോണം ഇങ്ങനെ ഇരിക്കും. ഇന്ന് ഈ പെൺകുട്ടിക്ക് ഇങ്ങനൊരു ഇതിട്ട് കൊടുക്കുക, വെറുതെ ഇരിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവരുടെ അനുഭവങ്ങളും സ്ട്രഗിളിങ്ങും ഒന്നും ഈ ഏതോ വീട്ടിലിരുന്ന് ഈ മെസ്സേജ് ഇടണവന്മാർക്കൊന്നും അറിയില്ല. അവരുടെ മനസ്സിൽ എന്താന്നുള്ളതൊന്നും അവർക്ക് അറിയില്ല. ഉപദ്രവിക്കാതിരിക്കുക ആരും ഒരു രീതിക്കും ഒരു കാരണങ്ങൾക്കും. അപ്പം എല്ലാവരും മനുഷ്യന്മാരാണെന്നേ, അതാദ്യം മനസ്സിലാക്കുക. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് തോന്നും, പുറത്തിറങ്ങാൻ പിന്നെ അവർക്ക് മടിയാവും. എന്തു പറയും നമ്മള്? വർക്കിന്റെ കാര്യം ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? പോയിന്റ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മനസ്സിലായോ? നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും നമ്മൾ എന്ത് ഉത്തരം പറയും നിങ്ങളുടെ ഈ ചോദ്യങ്ങൾ മേടിച്ചിട്ട്? പല കാരണങ്ങൾ കൊണ്ടാണ്, നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടോ അതുകൊണ്ടോ ഒന്നുമല്ല. പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് വരുന്ന വർക്കുകൾ ഡിലേ ആവുന്നത്. വർക്ക്സ് വരാണ്ടല്ല, ഞാൻ എടുക്കുന്നതും ഞാൻ കമ്മിറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ ഡിലേ ആവുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതൊന്നും പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം ബുദ്ധിയും ബോധമുള്ള മനുഷ്യന്മാരാണ് നിങ്ങളൊക്കെ. നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാന്നേ ഉള്ളൂ, എന്താണ് ഏതാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാന്നേ ഉള്ളൂ. മനസ്സിലായി? അപ്പോൾ ഈ ഒരു നല്ല വ്യക്തികൾക്ക് വേണ്ടി, നല്ലൊരു പ്രൊജക്റ്റിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നതും. ദൈവം സഹായിച്ച്, ദൈവം അനുഗ്രഹിച്ച് എനിക്ക് വർക്ക്സ് വരും. നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എനിക്ക് ഉണ്ടാവണം. എന്തായാലും വരും. അങ്ങനെ ഒരു നല്ലൊരു പ്രൊജക്റ്റിന് വേണ്ടി തന്നെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. വർക്ക്സ് വരാണ്ടല്ല, പക്ഷെ അതിൽ നല്ലൊരു പ്രൊജക്റ്റിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ആരും ഉപദ്രവിക്കാതിരിക്കുക, ഹേർട്ട് ചെയ്യാതിരിക്കുക ഓരോന്ന് പറഞ്ഞുകൊണ്ട്. അത് ആർട്ടിസ്റ്റുകളെ മാത്രമല്ല കേട്ടാ, എല്ലാ മനുഷ്യന്മാരെയും. ഓക്കെ, നമ്മള് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി സംസാരിക്കാൻ ശ്രദ്ധിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നേ എല്ലാവരും ഈ ഒരു ഫീൽഡിലേക്ക്. ഞാൻ ഞാൻ കാണുന്നതല്ലേ, ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വരുന്ന ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ എത്ര ചീത്ത കേട്ടിട്ട് അവര് നിക്കണേന്നറിയോ, ഒന്ന് ഫേസ് കാണിക്കാനായിട്ട്. അതുപോലെ എത്ര എത്ര കോടിക്കണക്കിന് ആൾക്കാർ ഈ ഓടി നടക്കണേന്നറിയോ ഈ ഒരു പടത്തിനും വലിയ സീരിയലിന്റെ ഫേസ് കാണിക്കാനായിട്ട്. അപ്പോ അവരുടെ അടുത്തൊന്നും ഈ പരിപാടി ഈ മാതിരി ചോദ്യങ്ങളൊന്നും ചോദിക്കാതിരിക്കുക പറ്റുവാണെങ്കില്. അവർക്കറിയുള്ളൂ അവരുടെ വിഷമങ്ങള്. അപ്പൊ അതൊന്നും ചോദിക്കാതിരിക്കുക. ഓക്കെ. അപ്പൊ അപ്പൊ സ്ട്രഗിളിങ്ങും പറഞ്ഞു, ഓഡിഷന്റെ കാര്യം പറഞ്ഞു, എങ്ങനെ ഈ ഫീൽഡിൽ വന്നേന്ന് പറഞ്ഞു, നല്ലതും പൊട്ടേ ഞാൻ പറഞ്ഞു. ഇനി എന്താ പറയാനുള്ളേ? അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണല്ലോ. പ്രത്യേകിച്ച് ഫീൽഡിനെ കുറിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എന്റെ അനുഭവങ്ങൾ പറഞ്ഞു, എക്സ്പീരിയൻസ് പറഞ്ഞു. ഇപ്പൊ ഞാൻ അത് ഷോർട്ടാക്കി പറഞ്ഞേ ഉള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് 5-ാം ക്ലാസ് തൊട്ട്, അത് 10 വയസ്സ് തൊട്ട് 20 വയസ്സ് വരെ ഉണ്ടായ സ്ട്രഗിളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്യും കണക്കില്ലാത്ത കാര്യങ്ങളാണ് ഉള്ളത്. അയ്യോ, എത്രയോ വെയിലും മഴയും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിരിക്കണം. അതിനൊന്നൊരു കണക്കേ ഇല്ല. ഉറക്കമില്ലാണ്ട് എത്രയോ പേരെ നമ്മള് കാണാനായിട്ട് എത്രയോ ദൂരങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയാം. അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ ഒക്കെ എനിക്ക് എന്താ പറയാ, സങ്കടം വരും നമുക്ക്. വെറുതെ അല്ല, ഒന്നും വെറുതെ ആയില്ലല്ലോ എന്നുള്ളൊരു സംഭവം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടതിന് ഇത്രയെങ്കിലും എനിക്ക് ലഭിച്ചു, അല്ലെങ്കിൽ ഇത്രയും ഇപ്പൊ ലഭിച്ചു. ഇനിയും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടേക്കും എനിക്ക് നല്ലതേ ഉണ്ടാകത്തുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഇത്രയും ഞാനായി, അല്ലെങ്കിൽ ഇത്രത്തോളം ഞാനായി. അപ്പൊ ഇനിയും എനിക്ക് ആവാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ കരഞ്ഞത് വേറെ ഒന്നല്ല, പാസ്റ്റ് ആലോചിച്ച് കരഞ്ഞതാണ്. അത്രത്തോളം ഉണ്ട്, നമ്മള് അനുഭവിച്ചിട്ടുണ്ട് ഇതിലേക്ക് കയറി പറ്റിയതിനു ശേഷവും പറ്റാനൊക്കെ ആയിട്ട്.
നിങ്ങളോടും എനിക്ക് അതന്നെ പറയാനുള്ളൂ. ട്രൈ ചെയ്യുന്നവരടുത്ത് കുറേ കാര്യങ്ങൾ വരും, കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു ദിവസം എന്തായാലും നമുക്ക് ആ റിസൾട്ട് കിട്ടും മക്കളെ. എനിക്ക് അത്രയും പറയാനുള്ളൂ നിങ്ങളടുത്ത്. ആൻഡ് അഭിനയം അഭിനയം പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത്, ഞാൻ അഭിനയമൊന്നും പഠിക്കാനൊന്നും പോയിട്ടൊന്നുമില്ല എവിടെയും. എന്താ പറയുക, അഭിനയം പഠിക്കാനൊന്നും എവിടെയായിട്ട് പോയിട്ടൊന്നുമില്ല ഞാൻ. എനിക്ക് അറിയുന്ന രീതിക്ക് ഞാൻ അതായത് നമ്മൾ അഭിനയം പഠിക്കേണ്ടവർക്കൊക്കെ പഠിക്കാം കേട്ടോ. ഞാൻ ഞാൻ എൻ്റെ കാര്യം പറയുന്നുള്ളൂ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പഠിക്കേണ്ട ആൾക്കാർക്കൊക്കെ പഠിക്കാം. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ വർക്ക് കഴിയുമ്പോഴും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. ഇത് ഇവിടെ ഒന്നും തീരത്തില്ലേ പഠിത്തം. അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലം മൊത്തം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ഓരോ ലൊക്കേഷനിൽ പോകുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കും. പിന്നെ പറ്റിയ ഡയറക്ടർമാരെയാണ് നമുക്ക് നല്ല നല്ല ഡയറക്ടർമാരെ കിട്ടിയെങ്കിൽ നമ്മൾ കുറേ പഠിക്കും, നല്ല രീതിക്ക് പഠിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും പഠിക്കും നമ്മൾ. എങ്ങനെ നമ്മുടെ മോഡുലേഷൻ കൊടുക്കണം, അഭിനയിക്കണം എന്നുള്ള എല്ലാ സംഭവവും നമ്മളവിടെ പഠിച്ചിരിക്കും, നമ്മൾ പഠിപ്പിക്കും നമ്മളെ. അപ്പം പല മിസ്റ്റേക്കുകളും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കും. പിന്നെ വെറുതെ ഇരിക്കുമ്പോ കണ്ണാടിയെ മുമ്പേ പോവാ, അങ്ങോട്ട് അഭിനയിക്കുക. കരച്ചിലാണെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം. എന്താ പറയാ, ഇപ്പൊ ഒരു രീതിക്കാണ് നമ്മൾ കരഞ്ഞോണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ആ കരച്ചിലിന്റെ ഒരു 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 എക്സ്പ്രഷൻ അല്ലെ ആ മൂഡ് ചേഞ്ച് ചെയ്ത് പിടിക്കാൻ നോക്കുക. അങ്ങനെ എന്ത് എക്സ്പ്രഷൻ ഉണ്ടെങ്കിലും അന്ന് അപ്ഡേറ്റ് ചെയ്ത് പോകാൻ നോക്കുക. നമുക്ക് തന്നെ ഒരു ബോറടിക്കില്ലേ, ഇത് തന്നെ കുറെ നാളുകളായിട്ട് എന്ന് തോന്നുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങനെ മിററിൽ നമ്മൾ അഭിനയിക്കുക, നമുക്കൊരു കഴിവുണ്ടെങ്കിൽ നമ്മൾ മിററിൽ നോക്കി അഭിനയിക്കുക. വേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ക്ലാസ്സും കാര്യങ്ങളായിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോവാം, അതും നല്ലൊരു ഓപ്ഷനാണ്. കുറെ കാര്യങ്ങൾ ഓരോ ലൊക്കേഷനിൽ കയറി ഇറങ്ങുന്ന നേരം കൊണ്ട് ഒറ്റയടിക്ക് ഒരു സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് പഠിക്കാം. അതാണ് അതിന്റെ ഒരു സംഭവം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ എക്സ്പീരിയൻസ് കടന്ന് നമ്മൾക്ക് ചീത്തയൊക്കെ കേട്ട് പല ലൊക്കേഷനിലും ചീത്തയൊക്കെ കേട്ടിട്ടായിരിക്കാം. എനിക്ക് എന്താ പറയാ, ഭാഗ്യത്തിന് വന്നു കയറിയ സമയത്ത് മാത്രമേ എനിക്ക് അത്രയും ചീത്തയൊക്കെ കേട്ടിട്ടുള്ളൂ. ഇപ്പോ ഓക്കെ ആണല്ല. അത് ഞാൻ വലിയ ഇതായിട്ടുകൊണ്ടല്ല, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ പഠിച്ചു വെച്ചു. ഇപ്പൊ ഒരു സംഭവം തന്നാലും എനിക്ക് കൈന്നിട്ട് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ അവർ പറയുന്നത് എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള സംഭവം എനിക്ക് എൻ്റെ ഉള്ളിലൊരു ഇത് വന്നിട്ടുണ്ട്. അത് വന്നാൽ സെറ്റ്, എല്ലാം കൊണ്ട് ഓക്കെ, നമുക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ടെൻഷൻ ഇല്ലാതെ അഭിനയിക്കാം. നമുക്ക് എനിക്കറിയാവുന്നത്, എനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെയാണ് ഷോർട്ടാക്കി എൻ്റെ ഓർമ്മയിൽ ഇപ്പൊ വന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. ഒന്നും വേണ്ട, ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് ഓർമ്മ വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് മതി, ധാരാളം. അപ്പൊ യെസ്, ഇത് എന്റെ വീടല്ല കേട്ടോ. ഇത് ഞാൻ എറണാകുളത്ത് വർക്കിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ എന്റെ റൂമാണ്, റൂമിൽ ഇരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഞാൻ ആവാന്ന് വിചാരിച്ചു. അമ്മേനെ ഞാൻ പുറത്താക്കി, എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് നിങ്ങളോട് സംസാരിക്കണം, അതുകൊണ്ട് റൂമിന്റെ ഹാളിൽ പോയിരുന്നു എന്ന് പറഞ്ഞു ഞാൻ. പാവോടെ അപ്പൊ ഇത്രേ ഉള്ളൂ എല്ലാവരോടും പറയാനുള്ളത്. അഭിനയം ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. പ്രേക്ഷകരോടും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്നെ അറിയാനായിട്ടിരിക്കുന്നവരോടും അല്ലെങ്കിൽ എന്നെ അറിയാത്ത ആൾക്കാരോടും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ആരും ഒരു രീതിക്ക് ഹെർട്ട് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കുത്തി ചോദ്യങ്ങളും വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ ചോദിച്ചേക്കാം, അവൾ എന്താണ് റിപ്ലൈ പറയാ എന്നുള്ള രീതിക്കുള്ള സംസാരങ്ങളൊക്കെ നിർത്തുക. അതിപ്പോ എന്നോടൊന്നും അല്ല, ആരോടും ചോദിക്കാതിരിക്കുക. നിങ്ങൾ ചോദിച്ചാലും സോറി വേണ്ട, എന്നെ തന്നെ, എന്നെ പോലെയുള്ള കുറച്ച് പേരുണ്ട്, അവർക്കൊന്നും ഇപ്പൊ ഒന്നും അല്ലാണ്ടായിട്ടുണ്ട്. അതൊക്കെ മനസ്സിലായി എന്ന് വെച്ചാൽ കുറെ കിട്ടിയിട്ടേ എന്നുള്ള സംഭവമായിട്ടുണ്ട്. ചിലതിന് മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. അത് എന്നെ പറയാണ്ട് വീട്ടിലിരിക്കണവരെ വിളിച്ച് വല്ലതും പറഞ്ഞാൽ മാത്രമേ ഞാൻ റിയാക്ട് ചെയ്യാറുള്ളൂ, അല്ലാണ്ട് ഇല്ല. സോ ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം ഉണ്ടാവണം, ഇനിയും ഉണ്ടാവണം. എൻ്റെ പുതിയ പ്രൊജക്ട്സിനായിട്ടും എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുപോലെ പുതിയ എൻ്റെ ഒരു ബ്ലോഗാണ്, വലിയ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്,
അപ്പോൾ കുറച്ച് കാര്യങ്ങളും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയതിൽ സത്യമായിട്ടും ഒരു സന്തോഷമുണ്ട്. അപ്പൊ യെസ്, കാണാം. അപ്പൊ അടുത്ത വ്ളോഗ് എപ്പോഴാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതേപോലെയൊക്കെ വെറുതെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ സംസാരിക്കാം. അതുപോലെ ഞാൻ ലൊക്കേഷനിൽ പോകുമ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ പറ്റാണെങ്കിൽ ഞാൻ കാണിക്കാം. ഞാൻ അങ്ങനെ വ്ളോഗ് ചെയ്ത് പരിചയമില്ലാത്തത് കൊണ്ടും നമ്മളെവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ പറയില്ല. ഞാൻ ചിലപ്പോൾ അവിടെ പോയിട്ട് വന്നിട്ടായിരിക്കും ആലോചിക്കുന്നത്, അയ്യോടാ വീഡിയോ എടുക്കായിരുന്നല്ലോ എന്നുള്ളത് അപ്പോഴായിരിക്കും ആലോചിക്കുന്നുണ്ടാവാ ഞാൻ എല്ലാം കഴിഞ്ഞെത്തിയിട്ട്. അപ്പൊ ശീലം ഇല്ലാത്തതുകൊണ്ടാ. ശീലമായ ഓക്കെ ആയിരിക്കും. അപ്പോൾ പറ്റുന്ന രീതിക്ക് നോക്കാം വീഡിയോസ് ഒക്കെ ഇടാനായിട്ട്. ഇഷ്ടപ്പെട്ട പറയണ്ടല്ലോ, ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓക്കെ.